everyone, welcome to my YouTube channel. So, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ നാളത്തെ ഒരു സംശയമാണ് കേട്ടോ. എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണ്? കാരണം കുറെ നാൾക്ക് മുമ്പ് എൻ്റെ സ്കിൻ ടൈപ്പ് ഭയങ്കര ഒരു ഡ്രൈ സ്കിൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ നോക്കിയപ്പോ ഇപ്പൊ നോർമൽ സ്കിൻ ആയിട്ടാണ് തോന്നുന്നത് ഈ സമയത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആകെ കൺഫ്യൂഷൻ ആയി. കാരണം ഇത് കാരണം ഒരു പ്രൊഡക്റ്റ് പോലും നമുക്ക് വാങ്ങാൻ പറ്റണില്ല. സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചേട്ടാ. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയാത്തവരാണെങ്കിൽ എന്റെ ഒപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര സിമ്പിൾ ആണ്, 1-2 സ്റ്റെപ്പ് ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ എന്റെ പേര് തൃഷ്ണ എന്നാണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും വ്ളോഗൊക്കെയാണ് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാതിരിക്കാം, എന്നാലും ജസ്റ്റ് പറയുന്നതുള്ളൂ കേട്ടോ, നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. സോ നമുക്ക് വൈകാതെ വീഡിയോ ഇട്ടിട്ട് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ ക്ലെൻസിങ്ങിനായിട്ട് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് ഒന്ന് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ ഡെർമോടച്ചിന്റെ ഒരു ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് വെച്ച് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് കേട്ടോ. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. അപ്പൊ ഫേസ് വാഷ് ഇടുന്നതിന് മുന്നേ ഫേസ് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ഇടാനായിട്ട്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മേ ബി എൻ്റെ വ്യൂവേഴ്സിൽ ആരെങ്കിലും ഒരാൾ ഇതൊക്കെ ആദ്യമായിട്ടും കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഓരോ വീഡിയോയിലും എടുത്തെടുത്ത് പറയാൻ കാരണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ സ്കിന്നിൽ കൊണ്ട് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു ഹാർംഫുൾ ആയിരിക്കും, സ്കിൻ ഡാമേജ് ഉണ്ടാകും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഒരു ജെന്റിൽ ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാട്രൈ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് തന്നെ ഒന്ന് പാട്രൈ ചെയ്ത് നന്നായിട്ട് ആ വെള്ളത്തിന്റെ അംശമൊക്കെ ഒട്ടും തന്നെ സ്കിന്നിൽ പാടില്ല കേട്ടോ. നന്നായിട്ട് ഒന്ന് തുടച്ച് ഒപ്പിയെടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഫേസ് തുടക്കണ സമയത്തുണ്ടല്ലോ തുണി വെച്ച് ഇങ്ങനെ ഇട്ട് തുടക്കരുത്. ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇനി നമ്മളൊരു 30 to 1 hour വരെയെങ്കിലും നമ്മൾ ഫേസിന് ഒരു റെസ്റ്റ് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളുടെ ഫേസിലേക്ക് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ടോണർ, സൺസ്ക്രീൻ ഇതൊന്നും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഒരു 1 hour വരെയെങ്കിലും നമ്മൾ ഒന്ന് സ്കിന്നിന് ഒന്ന് റെസ്റ്റ് കൊടുക്കാം കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകണേ കേട്ടോ. നമ്മളുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ ടെസ്റ്റ് നടത്താൻ പോണേന്. അപ്പൊ നമുക്ക് 2 രീതിയിൽ ടെസ്റ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് നോർമലി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് എന്ന് പറയാം കേട്ടോ. അങ്ങനെ 2 രീതിയിൽ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ജസ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കണുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉള്ളവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വൈപ്പ് ചെയ്യട്ടെ. തുടക്കണ സമയത്ത് അതില് ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഓയിൽ അങ്ങനെയുള്ളതാണെങ്കിൽ ഓയിലി സ്കിൻ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് നോട്ട് ചെയ്യാം. അങ്ങനെയുള്ളവർ ഓയിലി സ്കിന്നുകാരാണ്. നമ്മൾ തുടച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ ഓയിൽ കണ്ടന്റ് ഒന്നുമില്ല എന്നതാണെങ്കിൽ നോർമൽ സ്കിന്നാണ്. അതല്ല ഇനി നമ്മൾ ഇവിടെ മാത്രം ഈ ഒരു സോണിൽ മാത്രം അതിൽ ഈ ഒരു നെറ്റിയുടെ ഭാഗത്ത് മാത്രം തുടക്കുമ്പോൾ മാത്രം ഓയിൽ കണ്ടന്റ് ഉണ്ട്, ഇവിടെ ഒന്നും തുടക്കുമ്പോൾ കുഴപ്പമില്ല, നോർമൽ സ്കിൻ ആയിട്ട് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയിട്ട് നിൽക്കണം, അങ്ങനെയാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും കേട്ടോ. ഇനി ഡ്രൈ സ്കിന്ന് വന്നതെന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകി നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര റഫ് ആയിട്ടിരിക്കുന്ന പോലത്തെ ഒരു സ്കിന്നാണെങ്കിൽ അത് ഡ്രൈ സ്കിൻ ആയിരിക്കും കേട്ടോ. ഇനി സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു 1 hour ശേഷം നമ്മുടെ സ്കിന്നിൽ ഇവിടെ ഈ ഒരു കവിളിന്റെ ഭാഗത്തുണ്ടല്ലോ റെഡ്നെസ് തോന്നും, ഭയങ്കരമായിട്ട് ചുവന്ന് വരും. പിന്നെ ഈ ഒരു മൂക്കിന്റെ ഭാഗത്തായിട്ടും നന്നായിട്ട് ചുവന്ന് വരും. പിന്നെ നമുക്ക് ചെറുതായിട്ട് ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്കിൻ ആണെങ്കിൽ അത് സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും കേട്ടോ. എന്റെ സ്കിൻ ഇപ്പോൾ നോർമൽ സ്കിൻ ആണ് കേട്ടോ. പക്ഷെ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു സ്കിൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ എന്റെ സ്കിൻ തന്നെ കോമ്പിനേഷൻ സ്കിന്നിൽ ആവാറുണ്ട്, ഡ്രൈ സ്കിന്നൊക്കെ വരാറുണ്ട് കേട്ടോ. അതിപ്പോ മോർ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് നമുക്ക് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ടൊരു സ്കിൻ ടോൺ ഉണ്ടാവില്ല, സ്ഥിരമായിട്ടൊരു സ്കിൻ ടോൺ ഉണ്ടാവില്ല. അതിങ്ങനെ മാറി മറിഞ്ഞ, അതായത് ഇപ്പൊ സീസൺ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ സ്കിൻ ടോൺ മാറും, ഏജിന്റെ അനുസരിച്ച് മാറും, ഹോർമോണൽ ചേഞ്ച് അനുസരിച്ച് മാറും.
അങ്ങനെ പലതും പല ഫാക്ടേഴ്സിനും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞു വന്നത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. സോ അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, മാർക്കറ്റിൽ ഭയങ്കര ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുക, എന്നിട്ട് റിവ്യൂ പറയുക, അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. അത് ചിലപ്പോ അത് സ്യൂട്ട് ആവണോ, സ്കിന്നിന് സ്യൂട്ട് ആവണോന്ന് പോലും ചിലപ്പോൾ സ്യൂട്ട് ആവാത്ത എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതൊന്നും നോക്കൂല, എങ്ങനെയെങ്കിലും എല്ലാവരും റിവ്യൂ പറയുന്നത് പോസിറ്റീവായിട്ട് പറഞ്ഞു, പിന്നെന്താ ഞാൻ യൂസ് ചെയ്താൽ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പൊ എല്ലാവർക്കും. അപ്പൊ അങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ സ്കിന്നിന് സ്യൂട്ട് ആവണമെന്നില്ല, അങ്ങനെ സ്കിൻ റിയാക്ട് ചെയ്യും, അങ്ങനെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും. ഇപ്പൊ പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ അത് പിമ്പിൾസ് വരും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ സ്കിന്നിൽ ഉണ്ടാവും. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ അത് ഇതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം നമ്മൾ സീസൺ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എപ്പോഴും മാറി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ ടൈപ്പ് എപ്പോഴും അറിഞ്ഞിരിക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. സ്വന്തം സ്കിന്നിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് കാണുമ്പോൾ അതിൽ എന്താണ് അതിന്റെ കണ്ടന്റ്, അതിലേക്ക് എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ള, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും. എന്നാലും മാത്രമേ നമുക്ക് അത് സ്യൂട്ട് ആണോ എന്ന് മനസ്സിലാവുള്ളൂ. അതല്ലാണ്ട് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ കണ്ട് അത് നല്ല ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ്, ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ് എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത് എന്നാണ് എനിക്കൊരു റിക്വസ്റ്റ് പറയാനുള്ളത് കേട്ടോ. വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നല്ല അടിപൊളി കണ്ടന്റ് ആയിട്ട് വരാം. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് റെക്കമെൻഡ് അല്ലെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ ജസ്റ്റ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.